ആത്മവിശ്വാസം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളോട് ഒന്നിനും കഴിയില്ല, എന്നോട് പറ്റില്ല എന്ന് അങ്ങനെ തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ട് ഇതൊന്നും ഇങ്ങനെയൊന്ന് 21 ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മിറർ അഫിർമേഷനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടുക, അതാണ് അതിന്റെ അർത്ഥം, മലയാളം മീനിങ്. അപ്പോൾ മിക്ക ആൾക്കാർക്കും എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ടാകും. ചിലപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടാകും, അപ്പം ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. പക്ഷെ അവർക്ക് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ആത്മവിശ്വാസം ഉണ്ടാവില്ല. അന്ന് നന്നായി പഠിച്ചിട്ടുണ്ടാകും, പക്ഷെ ചിലവിനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പഠിപ്പൊന്നുമില്ലെങ്കിലും നല്ല ആത്മവിശ്വാസം ഉള്ളത് കൊണ്ട് അവർ ഉയരങ്ങളിലേക്ക് എത്തും. ഈ പഠിച്ചവരെന്ത് ചെയ്യും? മനസ്സിൽ ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ട് വീട്ടിൽ തന്നെ മിണ്ടാതിരിക്കും, ജോലിക്ക് പോകാതെയും എന്നെ കൊണ്ട് കൊള്ളില്ല, എനിക്കത് കഴിയില്ല, ഞാൻ അപ്പം പഠിച്ചതല്ലേ, എനിക്കിപ്പോൾ ഓർമ്മയില്ല, എന്നെ മറ്റുള്ളവരുടെ മുന്നിൽ പോയി ഞാൻ എങ്ങനെ അത് ചെയ്യും, ഒരു നമ്മളിൽ എന്താ പറയുക ആത്മവിശ്വാസം ഇല്ലാതാവുക. അതാണ് മെയിനായിട്ട് തോൽവിയുടെ കാരണം എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ വിചാരിച്ച ആഗ്രഹം നടക്കാത്തതും, അതേപോലെ നമ്മൾ തോറ്റു പോകുന്നതും, മറ്റുള്ളവരുടെ മുന്നിൽ തോറ്റു പോകുന്നതും എന്താണെന്നറിയോ? ഈ ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈ തെറ്റുകൾ പറ്റുന്നത്. ഞാൻ പറയാലോ, എനിക്കും കുറേ തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. ആത്മവിശ്വാസം എനിക്ക് തീരെയില്ല, എന്നെ കൊണ്ട് കഴിയോ കഴിയില്ലയോ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കും, എന്തെങ്കിലും എന്നോട് പറ്റുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ മാനിഫെസ്റ്റേഷനെ കുറിച്ച് ക്ലാസ് കേൾക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് ചില മാറ്റങ്ങൾ, എനിക്ക് എൻ്റെ എന്താ പറയുക മനസ്സിലൊരു ധൈര്യം, എന്നെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് സാധിച്ചെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിയും, ഞാൻ എവിടെയും തോൽക്കില്ല. എന്തെങ്കിലും നമ്മൊരു ആഗ്രഹം നേടിച്ച് അത് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് തീർച്ചയായും കിട്ടും. അതിനുവേണ്ടി ഞാൻ പരമാവധി പരിശ്രമിക്കും. പക്ഷെ ആ ഒരു ആത്മവിശ്വാസം അതുണ്ടെങ്കിൽ ഉറപ്പായാലും മുന്നോട്ട് പോകാൻ പറ്റും. എനിക്ക് നല്ല ചേഞ്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ എനിക്ക് ഭയങ്കര മടിയായിരുന്നു വീഡിയോ എടുക്കാനാണെങ്കിലും സംസാരിക്കാനാണെങ്കിലും. അതുപോലെ തന്നെ ആൾക്കാർ എന്തു പറയും വീഡിയോ കണ്ടിട്ട്, പലവരും എന്താ പറയാ, കുറേ പേര് ഇങ്ങനത്തെ ചെയ്യണ്ട, അങ്ങനെ ചെയ്യ്, അല്ലെങ്കിൽ തുടക്കം മുതലേ എനിക്ക് ഇങ്ങനെ കമന്റിലല്ല കേട്ടോ, നമ്മുടെ റിലേഷൻ ആണെങ്കിലും അതേപോലെ ഫ്രണ്ട്സുകളാണെങ്കിലും കുറേ പേര്, ചിലവർ പറയും കുക്കിംഗ് വീഡിയോ ചെയ്യണ്ട, കോമഡി ചെയ്യുക, അങ്ങനെ കുറേ ഇത് കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഈ 2 വർഷമായി ഇത്രയും ലേറ്റ് ആയത്. പക്ഷെ നമുക്ക് ഈ മാനിഫെസ്റ്റേഷനെ കുറിച്ച് ക്ലാസ് ഇങ്ങനെ കേൾക്കാനും കാണാനും തുടങ്ങിയപ്പോൾ മുതൽ ഭയങ്കര ചേഞ്ചിട്ട് നമുക്ക് ശരിയെന്നുള്ളത് ചെയ്യുക. അത് തെറ്റൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ ഒരു 4-5 ആളുടെ അഭിപ്രായം കേൾക്കാൻ നിന്നിട്ട് നമ്മൾ ഒരു കാര്യത്തിൽ നടന്ന ഒരിക്കലും നമുക്കത് സാധിച്ച് ചിലപ്പോൾ കിട്ടില്ല. ചിലവർ ഒന്ന് പറയും, ചിലവർ വേറെ ഒരു അഭിപ്രായം പറയും. അപ്പം അത് നമുക്ക് എവിടെ എത്തില്ല ചിലപ്പോൾ. അപ്പം നമ്മുടെ മനസ്സിലൊരു ആത്മവിശ്വാസം ഇല്ലാത്ത പോലെ തോന്നും. പക്ഷെ നമുക്ക് സ്വയമായ ഒരു ആത്മവിശ്വാസം ആത്മവിശ്വാസത്തോടുകൂടി എന്നോടിത് പറ്റും എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോട്ടെ. ആ പറയുന്നവരെന്തോ പറയട്ടെ, അപ്പം അതെന്നോട് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോയിക്കോട്ടെ. അപ്പം നമുക്ക് ഉറപ്പായാലും എന്താ പറയുക ശ്രമിച്ചതിന് ഫലം കിട്ടും, പരിശ്രമിച്ചതിന് എന്തായാലും റിസൾട്ട് കിട്ടും. പക്ഷെ ഈ കൂട്ടൊന്നും എന്താ പറയുക മറ്റുള്ളവരുടെ അടുത്ത് ചോദിച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ അയ്യോ അവരെന്ത് പറയും, അവർ ആ കോഴ്സിനെ കുറിച്ചാണ്, ഇപ്പോൾ ഡിഗ്രി +2 കഴിഞ്ഞ് വേറെ ഒരു കോഴ്സ് എടുക്കട്ടെ, അയ്യോ അവർ ഇപ്പോൾ ബയോളജി സയൻസ് എടുക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ മറ്റുള്ളവർ വേറെ എന്തെങ്കിലും പറഞ്ഞു, അങ്ങനെ എല്ലാവരുടെയും നമുക്ക് കേട്ടിട്ട് ഒരു അഭിപ്രായം തീരുമാനം എടുക്കാൻ നിന്നാൽ ഒരിക്കലും നമുക്ക് എവിടെ എത്താൻ പറ്റില്ല. നമുക്ക് ആകെ കൺഫ്യൂഷനാണ്, നമുക്ക് എന്ത് ചെയ്യും, ഇതെന്താ ചെയ്യുക എന്നൊക്കെ ആകെ ഒരു ആത്മവിശ്വാസം ഇല്ലാതെ. ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് മറ്റുള്ളവരോട് ചോദിക്കുന്നത്. പക്ഷെ ഇപ്പം ഒരു കോഴ്സ് എടുക്കരുത്, എനിക്കതിൽ നന്നായി പഠിക്കാൻ പറ്റും, എനിക്ക് അതിൽ മാർക്ക് കിട്ടും എന്ന് മനസ്സിലൊന്ന് ഉറപ്പിച്ച് നല്ല ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞ് പിന്നെ മറ്റുള്ളവരോട് ഒരിക്കലും അത് ചോദിക്കില്ല, ഇത് നല്ലതാണോ, ഈ കോഴ്സ് നല്ലതാണോ, അല്ലെങ്കിൽ ഈ ജോലിക്ക് പോകുന്നത് നല്ലതാണോ എന്ന് ഒരിക്കലും ചോദിക്കില്ല. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, തോൽക്കാൻ കാരണം
നമുക്ക് വിചാരിച്ചത് നടക്കാത്തത്, ആഗ്രഹങ്ങളായിക്കോട്ടെ നടക്കാത്തതിന് മെയിൻ പോയിന്റാണ് ആത്മവിശ്വാസം ഇല്ലായ്മ. അപ്പൊ നമുക്ക് ഈ ആത്മവിശ്വാസം എങ്ങനെ നമുക്ക് വർദ്ധിപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് ആത്മവിശ്വാസം നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കാമെന്ന് ഞാൻ ഈസിയായി ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. അപ്പൊ അതിന് ഇപ്പോ വേറെ ഒരു കാര്യമില്ല, സിമ്പിളായി ചെയ്യാം, ആർക്ക് വേണേ എപ്പോൾ വേണേലും ചെയ്യാം. നമ്മൾ ഡെയിലി രാവിലെ ഉറങ്ങി എണിക്കുമല്ലോ. ഉറങ്ങി എണിച്ച് നമ്മൾ മെയിനായിട്ട് എന്താ നോക്കും, ഒന്നില്ലെങ്കിൽ ഫോൺ നോക്കും. ഉറങ്ങി എണിച്ചത് സമയത്രയെന്ന് ഫോൺ നോക്കും, അതല്ലെങ്കിൽ കണ്ണട നോക്കും ഇല്ലേ. കണ്ണാടി നമ്മൾ നോക്കുമല്ലോ, എണിച്ച് വന്നൊന്ന് മുഖമൊക്കെ ഒന്ന് ഫ്രഷ് ചെയ്ത് കണ്ണാടി നോക്കും. അപ്പോ ഈ ഫോൺ നോക്കൽ അവിടെ ഇരിക്കട്ടെ, അത് നമ്മുടെ ഈ ടോപ്പിക്ക് പറ്റതല്ല. ഈ കണ്ണാടി നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഡെയിലി നമ്മൾ കണ്ണാടി ഉറങ്ങി എണിച്ച് വന്നത് കണ്ണാടി നോക്കുമ്പോൾ നമ്മൾ ഡെയിലി ഇങ്ങനെയൊന്ന് പറഞ്ഞാൽ മതി, എന്നോട് പറ്റും, എനിക്ക് സാധിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഡെയിലി നമുക്കൊരു ആത്മവിശ്വാസം കൊടുക്കണം. ഒരു പക്ഷെ നിങ്ങൾക്കൊരു ജോലിയാണ് ആവശ്യം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, രാവിലെ ഉറങ്ങി എണിച്ചതും ഞാൻ പറഞ്ഞ പോലെ കണ്ണാടിൻ്റെ മുന്നിൽ നിന്നിട്ട് എനിക്ക് ആ ജോലി നേടിയെടുക്കാൻ സാധിക്കും, എന്നെ കൊണ്ട് പറ്റും, അതുപോലെ തന്നെ ഞാൻ അത്രയും ഭാഗ്യവതിയാണ് അല്ലെങ്കിൽ ഭാഗ്യവാനാണ്, എനിക്കത് വളരെ സിമ്പിളായിട്ട് എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റും ആ വർക്ക്. അല്ലെങ്കിൽ വീടാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ എനിക്ക് ആ വീട് ലഭിക്കും, അതിനെനിക്ക് കഴിയും, ഞാൻ കുറെ പരിശ്രമിക്കും, അത് എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ പരിശ്രമിച്ച് ആ വീട് എന്നെ കൊണ്ട് നേടിയെടുക്കുക, ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എക്സാം ആണെങ്കിൽ അതിന്റെ റിസൾട്ട് എനിക്ക് ആ എക്സാമിൽ പാസ്സാവാൻ പറ്റും, എനിക്ക് നന്നായി പഠിക്കാൻ കഴിയും. ഇങ്ങനെ 3 തവണ നമ്മ കണ്ണാടിയെ നോക്കി പറയുക. 21 ദിവസം പറയണം കേട്ടോ. 3 തവണ 21 ദിവസം കണ്ടിന്യൂസ് ആയി പറയുക. ഇങ്ങനെ 21 ദിവസം പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ആത്മവിശ്വാസം വളരെ വേഗം തന്നെ വർദ്ധിക്കും. അപ്പൊ നമ്മൾക്കൊരു കാര്യം തീരുമാനിക്കാൻ ടെൻഷൻ ഉണ്ടാവില്ല, എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോ, മനസ്സ് ചാഞ്ചാട്ടം ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ആത്മവിശ്വാസം ഇല്ലാത്തവരാണെങ്കിൽ, നിങ്ങളോട് ഒന്നിനും കഴിയില്ല, എന്നോട് പറ്റില്ല എന്ന് അങ്ങനെ തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ട് ഇങ്ങനെയൊന്ന് 21 ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ എന്തായാലും ഉറപ്പായാലും നിങ്ങളുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകളെല്ലാം പോയി പോസിറ്റീവ് ചിന്തകൾ വരും. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആത്മവിശ്വാസവും വർദ്ധിക്കും. ഇനി അടുത്തൊരു വീഡിയോ, നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ കാണാം. ബൈ.